നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ ശിക്ഷിക്ക്, കാണിച്ചതാ. ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ. അപ്പൊ അവിടെ നിൽക്കില്ലേ ആ തോന്നിയാസങ്ങൾ? ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ച് അങ്ങ് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിലെ അധാർമിക പ്രവൃത്തി തന്നെ അങ്ങ് നിൽക്കില്ലേ? ആണോ? അങ്ങനെ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. താങ്കൾ അധ്യാപകൻ്റെ മകനാണെന്ന്, അല്ലെങ്കിൽ പേരൻസ് അധ്യാപകരാണെന്ന് പറയുന്നത് ഞാൻ ഏതോ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ എടുത്തു നോക്കിയാൽ ഈ അധ്യാപകർ, ഞാൻ പെട്ടെന്ന് പറയാം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മിണ്ടരുത്, ക്ലാസ്സിൽ മിണ്ടരുത്, ശബ്ദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അച്ചടക്കം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പണ്ട് നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ ഓർമ്മ ഉണ്ടായിട്ടില്ലേ? അവർ ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കുമായിരുന്നു, എഴുന്നേപ്പിച്ച് നിർത്തുമായിരുന്നു, തല്ലുമായിരുന്നു, അല്ല എംപോസിഷൻസ് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് കുട്ടികൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? പോട്ടെ, വിട്, കുട്ടികളെയൊക്കെ വിട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം നോക്കാം. നീതി നടപ്പാക്കണമെന്ന് വളരെ വാഞ്ചയോടെ ആഗ്രഹിക്കുന്ന രാജ്യം, വളരെ എന്താ പറയുന്നത്, കെട്ടുപിണഞ്ഞു കിടക്കുന്ന നിയമങ്ങൾ, അതിനെ അറുത്ത് മുറിച്ച് കീറി മുറിച്ച് ക്രോസ് വിസ്താരങ്ങളൊക്കെ ചെയ്ത് അവസാനം കുറ്റവാളി എന്ന് കാണുന്നവനെ രാജ്യം ശിക്ഷിക്കുന്നു. അത് പലപ്പോഴും പല ന്യൂസ് മീഡിയാസിലും വരുന്നു, നമ്മളൊക്കെ അറിയുന്നു. എന്നിട്ട് കുറ്റകൃത്യങ്ങൾ നിൽക്കുന്നുണ്ടോ ലോകത്ത്? പോട്ടെ, നമ്മുടെ രാജ്യം വിട്. ഇനി വെസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ താങ്കളുടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണല്ലോ. ഇവിടെയൊക്കെ ഹ്യൂമൻ റൈറ്റ്സിന് ഒത്തിരി വാല്യൂ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പറച്ചിലേ ഉള്ളൂ പലതിലും. പൈസ ഉള്ളവനൊരു നീതി, പൈസ ഇല്ലാത്തവന് വേറൊരു നീതിയാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. താങ്കളത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഈ രാജ്യങ്ങളിൽ വല്ലതും നിൽക്കുന്നുണ്ടോ കുറ്റകൃത്യങ്ങൾ? വീണ്ടും സംഭവിക്കല്ലേ? അപ്പോൾ നീതിമാനായ ദൈവം, റൈറ്റ്യസ് ആയ ദൈവം എങ്ങനെയാണ് പെട്ടെന്ന് താങ്കൾ പറയുന്ന പോലെ ഓൺ ദ സ്പോട്ട് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത്? ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടിലാണ്. ഞാൻ ചോദിക്കട്ടെ, ചെറിയ പാപം വലിയ പാപം എന്നൊരു ക്ലാസിഫിക്കേഷൻ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടുന്ന് ഒരു മുട്ടസൂചി മോഷ്ടിച്ചു, മുട്ടസൂചി, ഇറ്റ്സ് ഓക്കെ, ചെറിയ പാപം. അവൻ ഇന്ന ആളെ കൊന്നു, അല്ലെ ഇന്നടത്ത് പോയി വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഇന്ന പാപം ചെയ്തു. അവൻ ചെയ്തത് വലുത്, ഞാൻ ചെയ്തത് ചെറുത്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. പാപം പാപമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന ഓരോ ദിവസവും നമ്മളിൽ ഒരാളും നീതിമാനായിട്ടില്ല. ലോകത്ത് ജനിച്ചിട്ടുള്ള ഒരു കുഞ്ഞും ഇല്ല, ഇനി ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞും നീതിമാനായി ജനിക്കത്തില്ല. കാരണം ബിക്കോസ് നമ്മളൊരു അൺഫെയർ വേൾഡിലോട്ട് ജനിച്ചവരാണ്. നമ്മൾ പാപത്തിലോട്ട് ജനിച്ചു വീണവരാണ്. നമ്മളുടെ ചുറ്റും പാപമുണ്ട്, പാപബോധം, പിശാചുണ്ട്, പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൻ്റെ വെളിച്ചത്തിൽ തന്നെ ആരാണ് ലോകത്തിലേക്ക് ഈ തിന്മയെ ഇൻവൈറ്റ് ചെയ്തത്? മനുഷ്യർ തന്നെയല്ലേ. ബൈബിൾ അതല്ലേ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ദൈവമുണ്ടാക്കി മനോഹരമായ ലോകത്ത് മനുഷ്യനെ ജീവിക്കാൻ വിട്ടപ്പോൾ പിശാചിൻ്റെ വാക്ക് കേട്ട് സ്വന്തം ബുദ്ധി നല്ലതെന്ന് തോന്നി അതിൽ ആശ്രയിക്കാം, ഇയാൾ പറയുന്നത് നല്ലത്, ദൈവത്തിൽ നിന്ന് അകലാം എന്ന് തോന്നിയത് മനുഷ്യനാണ്. ഹൗവ ആ പഴം പറിച്ചു കൊടുത്ത കഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മനുഷ്യനാണ് ഭൂമിയിലേക്ക് ദൈവത്തിൽ നിന്ന് മാറി എനിക്ക് വേറൊരു ഉപദേശം നല്ലതാണ്, അല്ലെ ഈ കിട്ടിയ അറിവ് നല്ലതാണ് എന്ന് തോന്നിയ നിമിഷം മുതലാണ്, ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ മുതലാണ് ലോകത്ത് പാപം എൻട്രി ചെയ്തത്. പക്ഷേ എന്നിട്ടും നീതിമാനായ ദൈവം പലതവണ പല ശിക്ഷകളിലൂടെയും പ്രവചനങ്ങളിലൂടെയും അല്ലെ പ്രവാചകരിലൂടെയും ഒക്കെ ജനത്തിന് വാർണിങ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതിൽ നിന്ന് തിരിയണം, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, എനിക്ക് ക്രോധം വരും, ഞാൻ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ നിയമ പുസ്തകങ്ങളിൽ കാണാം. തിരിയാത്ത ജനത്തെ അങ്ങനെ നശിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ടും തൻ്റെ അചഞ്ചലമായ സ്നേഹം, തൻ്റെ സൃഷ്ടിയോടുള്ള അചഞ്ചലമായ സ്നേഹം കൊണ്ട് ദൈവം തന്നെ സ്വരൂപത്തിൽ ഇറങ്ങി വന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ പരിഹാരമായിട്ട്,
അതായത് താങ്കൾ ചെയ്ത പാപവും ഞാൻ ചെയ്ത പാപവും തമ്മിൽ കമ്പയർ ചെയ്ത് അതിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ എവറിത്തിങ് took on his shoulder and got crucified. അൾട്ടിമേറ്റ് സാക്രിഫൈസ് ആയിട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി എൻ്റെ ഈ ബലിയിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷയുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദൈവത്തെയാണ് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ താങ്കൾ പല രാജ്യങ്ങളുടെ, ഇനി പോട്ടെ നമ്മളുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ വിട്, താങ്കൾ ഈ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ നിയമങ്ങളൊക്കെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ, അവിടെയൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വെട്ടിക്കളയുന്നതാണ് അവിടുത്തെയൊക്കെ നിയമം. തല വെട്ടുക, ചിരിക്കുക, എന്നിട്ട് അവിടെയൊക്കെ കുറ്റകൃത്യങ്ങൾ നിൽക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യക്കാരനെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി കുറേ കളക്ഷൻസൊക്കെ എടുത്ത് നമ്മുടെ ബോച്ചെ ഫാൻസ് അതൊരു ഇതായതല്ലേ, അതുപോലെ ഒരു പോപ്പുലർ സംഭവമായിട്ട് മാറിയതല്ലേ. അതുപോലെ ഇപ്പോൾ വേറൊരു പെൺകുട്ടിക്ക് വേണ്ടി അവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അന്നേരം നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം, അല്ലെ നമ്മുടെ ചോരയോടുള്ള സ്നേഹം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അയാളെ രക്ഷിക്കാൻ നോക്കുന്നു, അല്ലേ? അപ്പം അതുപോലെ മറ്റനേക രാജ്യക്കാർ ചിലപ്പോൾ അവിടെ കാണും. അവർക്കൊക്കെ അവിടുത്തെ സൗദിയിലെയൊക്കെ നിയമങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സൗദി സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നു ചെറിയ ഇളവുകളും ഒക്കെ ഉണ്ട് അവരുടെ ന്യായ വ്യവസ്ഥയിൽ. അന്യർക്കാണ് ഇച്ചിരി കൂടെ കട്ടിയായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പോലും അവിടെ ഒന്നും കുറ്റകൃത്യങ്ങൾ ഇല്ലാതെ ആവുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ദൈവം റൈറ്റ്യസായ ദൈവമാണ്. റൈറ്റ്യസായ ദൈവം ശിക്ഷിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങളെയൊക്കെ ഒരുപോലെ ശിക്ഷിക്കണം, ഒരേപോലെ ഇങ്ങോട്ട് ഇല്ലാതാക്കണം. രണ്ടിത്തരം ചെയ്യുന്നവനെ ഇല്ലാതാക്കുമ്പോൾ ഞാനും ഇല്ലാതാകും, നീയും ഇല്ലാതാകും. പക്ഷേ ദൈവം ഗിവിങ് അസ് എ ചാൻസ് ടു ലീവ്, നമ്മുടെ ഫ്രീ വിൽ അനുസരിച്ച് ജീവിക്കുക. എന്നിട്ട് ഈ ഈവിളിനെ ഇവിടെ ലെറ്റൻ ചെയ്തിട്ട് ഇപ്പം കൈയും കാലും ഇട്ട് അടിക്കുന്നു. ചുറ്റും നടക്കുന്ന അനീതി കാണുമ്പോൾ, അല്ലെ നമ്മുടെ ബലഹീനതകൾ കാണുമ്പോൾ, നമ്മുടെ രോഗങ്ങൾ കാണുമ്പോൾ, നമ്മുടെ കടഭാരം കാണുമ്പോൾ, പീഡാനുഭവം കാണുമ്പോൾ, നമ്മുടെ ചുറ്റും നിസ്സഹായരായ മനുഷ്യരുടെ വേദന കാണുമ്പോൾ വൈ വി ആർ ക്രൈങ് നൗ? പണ്ട് പറഞ്ഞപ്പോൾ ഓർത്തില്ലല്ലോ. ഇപ്പോൾ ദൈവം വീണ്ടും നമുക്കൊരു ചാൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ യു ടേൺ അവേ ഫ്രോം ഇറ്റ് ആൻഡ് ബിലീവ് ഇൻ മൈ സാക്രിഫൈസ്, ബിലീവ് ഇൻ മീ ആൻഡ് പ്രേ ടു മീ ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു. That will help you get through this difficulties, and then ultimately I will give you eternal life, salvation എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ദൈവം അങ്ങനെ നശിപ്പിക്കാനാണെങ്കിൽ, ഓൺ ദ സ്പോട്ടിൽ നശിപ്പിക്കാനാണെങ്കിൽ, നമുക്ക് ആർക്കും ഇവിടെ ജീവിച്ചിരിക്കാനോ ഓരോ ദിവസവും രാവിലെ കണ്ണു തുറന്ന് എഴുന്നേൽക്കുവാനോ ഉള്ള അവകാശമില്ല. താങ്കൾ ലോകം മൊത്തം നടന്ന് സഞ്ചരിച്ചിട്ട് ഒരുപാട് അറിവുകൾ നേടി, പക്ഷേ ദൈവത്തെ നേടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം എന്ന് ബൈബിളിലൊരു ചോദ്യമുണ്ട്. അത് താങ്കളുടെ കാര്യത്തിൽ വളരെ യാഥാർത്ഥ്യമായി പോയല്ലോ എന്നൊരു വിഷമം. അതങ്ങനെ ആവാൻ പാടില്ല. പ്ലീസ് ടേൺ അറൗണ്ട്. സ്റ്റിൽ വി ഗാസ് ടൈം. ദൈവം പിന്നെയും സമയം തന്നിട്ടുണ്ട്.